ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളും ആഗ്രഹിച്ച് ഞങ്ങളും പോയി ഗായ്സ് ബീച്ചിൽ നോമ്പ് തുറക്കാൻ. മക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിലെ നോമ്പ് തുറൻ്റെ കുട്ടി വീഡിയോ കാണാം അല്ലേ. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചാൽ സ്നാക്സ് ഉണ്ടാക്കിയിട്ടാണ് പോയത്, വാങ്ങിക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട്, പഴം നിറച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എടുത്ത കുഞ്ഞു കുഞ്ഞു ഷോർട്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ മമ്മൻ്റെ കൈകളാണ് ഇട്ടത്. മമ്മ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ഇറച്ചി കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. മമ്മയോട് ഞാൻ പറഞ്ഞു മമ്മ എടുക്കണേൽ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് എടുത്ത് വെക്കണം കേട്ടോ, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മമ്മ എടുത്ത് വെച്ചത്. അപ്പം മമ്മ കട്ട്ലൈറ്റുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പുറത്തെ കുക്കറിൽ ചിക്കൻ വേവുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രിപ്പറേഷനും മമ്മയെ നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം ആക്കി ഒരു ഈവനിങ് ആയപ്പം ഞങ്ങൾ ഏകദേശം ഒരു 4 മണി 4:30 ആയ ടൈമിൽ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അതിൻ്റെതായിട്ട് സാധനങ്ങൾ ചായയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. ചായ ഫ്ലാസ്കുകൾ എടുത്തിട്ടുണ്ട്, അതുപോലെ കുടിക്കാനുള്ള ഗ്ലാസും പിന്നെ കുഞ്ഞ് പ്ലേറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഏതാ ബസ്സിൽ കയറിയ ശേഷം പാത്തും വശം സീറ്റൊക്കെ ഉറപ്പിച്ചു. അവിടുന്ന് ഭയങ്കര സംസാരമാണ്. ഐശുവിൻ്റെ അടുത്ത് ഇരുന്നിട്ട് അവളെ വക അതും ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ബീച്ചിലെത്തി. സത്യം പറയാലോ ഗായ്സ്, ഇങ്ങനെ ജനം ഉണ്ടാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മളെപ്പോലെ ആഗ്രഹിച്ച് വന്ന ഒരുപാട് ആൾക്കാർ വെച്ചാലും ഒരുപാട് ഞങ്ങൾ കോഴിക്കോടല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. ഓരോ ഭാഗത്ത് വട്ടം കൂടി ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഓരോ നിൽക്കുന്നത്. കാരണം അതൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. കാരണം നമ്മളെപ്പോലെ ആഗ്രഹിച്ച് വന്നവരാവല്ലോ ഇതൊക്കെ. അപ്പം ഞങ്ങൾ നോമ്പ് തുറക്കാൻ സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇടുന്നിട്ടുണ്ട്. അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കട്ട്ലൈറ്റ് ഉണ്ട്, സമൂസ, ഇറച്ചി കേക്ക്, കാരക്ക, പഴം നിറച്ചത്, പിന്നെ ചായ ഉണ്ട്, വെള്ളമുണ്ട്, ജ്യൂസൊക്കെ നമുക്ക് തുറന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നോമ്പ് പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് മക്കളൊക്കെ. ഏകദേശം ടൈമായി. സാധനങ്ങളെല്ലാം ഞങ്ങൾ എല്ലാവർക്കും സേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇതാ ബാങ്ക് കൊടുത്തു. എല്ലാവരും നോമ്പ് തുറക്കുന്നുണ്ട്. നിങ്ങളെന്നെ കണ്ടു നോക്കൂ, ഒരുപാട് ജനങ്ങൾ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അൽഹംദുലില്ലാഹ് നോമ്പൊക്കെ തുറന്നു. അങ്ങനെ ഇതാ നോമ്പ് തുറന്നതിന് ശേഷം മക്കൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ വെളിച്ചമില്ലാത്തതിനെ കൂടി ഞാൻ കൂടുതൽ ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഒരു ഫുഡ് കോർട്ടിന് മന്തി ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് മന്തി കഴിച്ചു. വിശപ്പെന്ന് വെച്ചിട്ടൊന്നുമില്ല, എന്നാലും കഴിക്കണമല്ലോ. അപ്പം ഞങ്ങളിതാ അവിടുന്ന് അടിപൊളി മന്തിയൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ.